അനിൽകുമാർ, ഇപ്പോൾ റോണി കെ ബേബി പറഞ്ഞതിൽ അതിലൊരു ഒരു പൊളിറ്റിക്കൽ ഭാഗം ഞാൻ ശ്രദ്ധിച്ചത് ഈ സാങ്കേതിക തകരാറെന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പല BJP നേതാക്കളും അത് പറയുന്നത് കേട്ടു, ആ വാദം തെറ്റാണ് എന്ന്. അപ്പോൾ വീണ്ടും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കൂടി ആ ഭാഗത്തേക്ക് ചേർന്ന് നിന്നുള്ളൊരു നറേഷൻ ആണോ ഇപ്പോഴും പ്രതിപക്ഷം നടത്തുന്നത്? ഞങ്ങൾ ഒരിക്കലും BJP-യോട് തകരാറാണ്, സാങ്കേതിക തകരാറല്ല, പിന്നെ ആരുടെ തകരാറാണ്? നരേന്ദ്രമോദിയുടെ തകരാറാണ്. കേരളത്തിന് ഞങ്ങൾ പണം കൊടുക്കത്തില്ല. എന്തായാലും കേന്ദ്രത്തിൻ്റെ കണക്കുണ്ടല്ലോ, ആ കണക്ക് കേരളത്തിൻ്റെ കണക്ക് തെറ്റിപ്പോയി എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. കേരളം കൊടുത്ത കണക്ക് അത് കേന്ദ്രം പരിശോധിച്ചു. ആ പരിശോധിച്ചിട്ട് തരാൻ 2019 പൈസ തരാൻ വേണ്ടി ഇത്രയും കാലം വേണ്ടി വന്നോ? അപ്പോൾ തകരാറ് കേന്ദ്രത്തിനല്ല, കേന്ദ്രത്തിലെ പ്രധാനമന്ത്രിക്കാണ്. ആ തകരാറുള്ള പ്രധാനമന്ത്രിയുടെ കൂടെ പോയി എന്ന് വർത്താനം പറയുകയാണ്. എന്താ ഇവിടുത്തെ പ്രധാനപ്പെട്ട തർക്കം? ബഹുമാനപ്പെട്ട റോണി പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതത്തോടെ നോക്കി. എന്താ കാരണം എന്നറിയോ? പെട്ടെന്നൊരു കാര്യം ഉണ്ടായി. സപ്ലൈകോയ്ക്ക് അഡ്വാൻസ് തരണമെന്ന് കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടു. അത് ഏതാണ്ട് വലിയ കുഴപ്പമായിപ്പോയി. അതാണ് അദ്ദേഹത്തിൻ്റെ വാദം. നമുക്ക് സപ്ലൈകോ അഡ്വാൻസ് തരണ്ട, ഒറ്റ കാര്യം ചെയ്താൽ മതി. കേരളത്തിന് സപ്ലൈകോയ്ക്ക് വേണ്ടി ഈ പൈസ കടം വാങ്ങാൻ അധികാരമുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ബാങ്കുമായിട്ട് കരാറുണ്ടാക്കിയാൽ സപ്ലൈകോയ്ക്ക് 3000 കോടി രൂപ ബാങ്ക് തരും. അപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് എന്താണ്? നിങ്ങളുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടി റോഡുണ്ടാക്കാൻ, പാലമുണ്ടാക്കാൻ വേണ്ടി മുടക്കേണ്ട പണമുണ്ടല്ലോ, ബഡ്ജറ്റ് നീക്കി വെക്കുന്ന പണം, ആ വായ്പ എടുക്കേണ്ട പരിധിയിൽ സപ്ലൈകോയുടെ 3000 കോടി രൂപ വരും. അതിനർത്ഥം ഒരു വർഷം 3000 കോടി രൂപ കുറച്ചേ കേരളത്തിന് ചെലവാക്കാൻ കഴിയൂ. ഇങ്ങനെ കേന്ദ്ര പദ്ധതികളുടെ ഭാഗമായി നമുക്കൊരു കൊല്ലം 10000 കോടി രൂപയുടെ ഒരു അധികമായ എക്സ്പെൻഡിച്ചർ ഉണ്ടാകണം ബഡ്ജറ്റിൽ നിന്ന്. അത് ബഡ്ജറ്റിൽ ഇതിന് പണമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടുത്തെ പെൻഷൻ ഫണ്ട് ബോർഡിൽ നിന്ന് വായ്പ എടുക്കും, അതിന് സർക്കാർ ഗ്യാരണ്ടി നിൽക്കും. സപ്ലൈകോയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നിൽക്കും. ബാങ്കുകൾ സപ്ലൈകോയ്ക്ക് പലിശയ്ക്ക് പണം കൊടുക്കും, പലിശ സർക്കാരും കണ്ടെത്തും. ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നെല്ല് സംഭരണം നടത്തുമ്പോൾ പലിശ എത്രയാണോ പലിശ കൃഷിക്കാർക്ക് പൈസ അഡ്വാൻസ് കൊടുത്തിട്ട് 6-7 മാസത്തെ പലിശ സർക്കാരൊക്കെ പിന്നെ കൊടുക്കും. ഇങ്ങനല്ലേ സംവിധാനം? കേന്ദ്ര സർക്കാർ പെടലിക്ക് പിടിച്ചു. എന്താണ് പെടലിക്ക് പിടിച്ചത്? നിങ്ങൾക്ക് കടം വാങ്ങാൻ 3.5% അധികാരം ഉണ്ടെങ്കിലും നിങ്ങളുടെ 3.5% അധികാരത്തെ ഞങ്ങൾ വെട്ടി പുതിയൊരു കണക്കുണ്ടാക്കും. ആ കണക്കുണ്ടാക്കിയതിനെതിരെയാണ് സുപ്രീം കോടതി കേസ്. അങ്ങനെ നമുക്ക് അർഹതപ്പെട്ട 3.5% നിന്ന് കുറവ് വരുത്താൻ അധികാരമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ മറന്നു പോരുന്നൊരു കാര്യമുണ്ട് കേട്ടോ. നെല്ല് എടുക്കാനുള്ള മുഴുവൻ പൈസ കേന്ദ്രം തരുന്നില്ല. പ്രിയപ്പെട്ട ശ്രീ റോണിയോട് പറയുകയാണ്, 28 രൂപ 20 പൈസയ്ക്കാണ് കേരളത്തിൽ നെല്ലെടുക്കുന്നത്. ഇത്രയും ഉയർന്ന വില കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ വേറൊരിടത്തില്ല. അതിന് കാരണം എന്താണ്? കേന്ദ്രം തരുന്ന തുകയുണ്ട്, ആ 22-30 ഉള്ളൂ. അതിൻ്റെ ബാക്കി രൂപ വരുന്ന എത്രയാണോ അത് കേരള സർക്കാർ മുടക്കുകയാണ് ഓരോ കൊല്ലവും. അതിന് സംസ്ഥാന ബഡ്ജറ്റ് പൈസയുണ്ട്. സംസ്ഥാന ബഡ്ജറ്റിൽ നിന്ന് സപ്ലൈകോയ്ക്ക് അതാത് കൊല്ലം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു സപ്ലൈകോയിൽ അതാത് കൊല്ലം കൊടുത്തിട്ടില്ല എന്ന്. കേന്ദ്രം എന്താ ചെയ്യേണ്ടത്? കേന്ദ്രം ഒന്നാമത് ചെയ്യേണ്ടത് ഒരു കൊല്ലം എടുക്കുന്ന നെല്ല് എത്രയാണോ ആ നെല്ലിന് കേന്ദ്രം തരേണ്ട പണം എത്രയാണോ ആ പണത്തിന് പകരം വായ്പ എടുക്കാൻ സപ്ലൈകോ അനുവദിക്കുക. അതിൻ്റെ ഗ്യാരണ്ടി കേന്ദ്ര സർക്കാർ നിന്നോ ഇല്ല സംസ്ഥാന സർക്കാർ നിന്നോ സംസ്ഥാന സർക്കാരിൻ്റെ ആ ഗ്യാരണ്ടിയിൽ അല്ലെങ്കിൽ വായ്പാ ബാധ്യത പെടുത്തരുത്, ഇത്ര നമ്മൾ അവകാശപ്പെടുന്നുള്ളൂ. അതെന്താ സമ്മതിക്കാത്തത്? നിങ്ങളൊരു ഭാഗത്ത് വായ്പ എടുക്കരുതെന്ന് പെടലിക്ക് പിടിക്കുന്നു. എന്നിട്ടോ റോഡ് തന്നെ വളരെ ന്യായസ്ഥനായിട്ട് പറയുകയാണ് മാർച്ച് മാസത്തിലേക്ക് കാശ് കിട്ടും. അപ്പോൾ എന്താണ് കുഴപ്പം? ഏപ്രിൽ മാസത്തിൽ നമ്മൾ നെല്ലെടുത്താൽ അടുത്ത മാർച്ച് പണം കൊടുത്താൽ മതിയോ? ഏപ്രിൽ മാസത്തിൽ നെല്ലെടുത്താൽ അടുത്ത മെയ് മാസത്തിലെങ്കിലും പണം കൊടുക്കണ്ടേ? വരമ്പത്ത് നെല്ലിന് വില കൊടുക്കണ്ടേ? റോഡ് പറയുന്നത് കേന്ദ്രം തരുന്നത് മാർച്ചിലാണ്. അപ്പം ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും ജൂൺ മാസത്തിലും ഒക്കെ നെല്ലെടുത്ത് പോകുന്നതിന് അടുത്ത കൊല്ലം പണം കൊടുത്താൽ മതി എന്നാണ് കോൺഗ്രസ് വാദിക്കുന്നത്. അവിടെയാണ് കേരള സർക്കാർ സംവിധാനം ഉണ്ടാക്കുന്നത്. നിങ്ങൾ തൽക്കാലം ബാങ്കിൽ ഞങ്ങൾ ഈട് നിന്നേക്കാം, ബാങ്കുകാർ പണം തരും. അയ്യോ, അപ്പോൾ സിബിൽ സ്കോർ പോയി എന്ന് പറഞ്ഞ് കോൺഗ്രസ് ഇറങ്ങിയിരിക്കുകയാണ്. ഏത് സിബിൽ സ്കോറാണ് പോയത്? ഒരു ബാങ്കിലും സപ്ലൈകോയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നിന്നിട്ട് പൈസ കൊടുക്കാൻ ബാക്കിയില്ല. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമുള്ളൂ, കേന്ദ്ര സർക്കാർ എന്തെല്ലാം കാര്യത്തിലാണ് മുടക്കിയത്. നമ്മുടെ ലൈഫ് മിഷന് നരേന്ദ്രമോദിയുടെ ബോർഡ് വെക്കണമെന്ന് പറഞ്ഞിട്ട് തരേണ്ട പൈസയിൽ 141 കോടി മുടക്കിയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പം യന്ത്രത്തിനല്ല, കുഴപ്പം മോദിയുടെയാണ്. പിന്നെ നമ്മുടെ ഈ ആരോഗ്യ മേഖലയിൽ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിലും നരേന്ദ്രമോദിയുടെ ബോർഡ് വെക്കണം, NRHMൻ്റെ ബോർഡ് വെക്കണം, NHMൻ്റെ ബോർഡും പദ്ധതിയുടെ പേരും പടമൊക്കെ വെക്കണം എന്ന് പറഞ്ഞാൽ അതിന് കുറേ പൈസ മുടക്കിയിട്ടുണ്ട്. എത്രയാണ് മുടക്കിയത്? UGCക്ക് 750 കോടി. എന്തെല്ലാം കാര്യം പറഞ്ഞാൽ മുടക്കിയിരിക്കുന്നത്. ഈ മുടക്കിയ പണം തന്നെ നല്ല തുക വരും.
അതിൻ്റെ കണക്ക് കേരളം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്രത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളം സാമന്തരാജ്യമല്ല. ഞങ്ങളിപ്പോൾ പറയുന്നൊരു കാര്യം എന്താണ്, ഇപ്പം തരാനുള്ള 756 കോടി രൂപയിൽ നിന്നും ഒരു 10% പിടിച്ചു വെച്ചിട്ട് ബാക്കി രൂപ ഉടനെ തരുമോ, എപ്പോൾ തരും? അത് റോണിയും ചോദിക്കുമോ എന്നുള്ള എൻ്റെ ചോദ്യം. റോണിയുടെ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു MP, കൊല്ലത്തെ MP പ്രേമേന്ദ്രന് നന്നായിട്ട് ഭരണഘടനയെക്കുറിച്ച് ക്ലാസ് എടുക്കാനറിയാം, മോദിയോട് സംസാരിക്കാൻ ശേഷിയുമുണ്ട്. ഒന്ന് വിളിച്ചിട്ട് ആ അത്താഴത്തിന് കൊടുത്തൊരു ഓർമ്മയുണ്ടല്ലോ, അവസാനത്തെ അത്താഴം കഴിഞ്ഞാണ് ഒറ്റുകൊടുക്കൽ. അവസാനത്തെ അത്താഴത്തിലേക്ക് പോവാണ്, ഇനിയാണ് ഒറ്റുകൊടുക്കൽ. ആ ഒറ്റുകൊടുക്കുമ്പോൾ ഇന്ത്യൻ മതനിരപേക്ഷതയെ ഒറ്റുകൊടുത്തവർക്ക് മാപ്പ് നൽകാൻ പോകുന്നില്ല നമ്മുടെ നാട്. അതാണ് വരാൻ പോകുന്നത്.